ഹലോ ഗൈസ്, രാവിലെ എണീറ്റ് ഉടനെ ഹോസ്റ്റേഴ്സ് നമ്മളോട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പം പല്ല് തേച്ചുകൊണ്ട് ഞാൻ വേഗം കുടയെടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നത് പൊറോട്ടയായിരുന്നു. അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് അടുത്തത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബുക്ക് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പം പോകുന്ന വഴിയിലെ ഈ കാഴ്ചയൊക്കെ വളരെ മോശമാണ് ഗൈസ്. കാരണം ഇവിടെ എല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിൽ ഇപ്പം അത്യാവശ്യം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് പ്രവർത്തിക്കുന്ന കോളേജിലും അതുപോലെ വെള്ളം കയറി. പിന്നെ നേരെ നടന്ന് ഡിപ്പോയിലേക്ക് പോയി ബസ് വല്ലതും ഉണ്ടോ ചോദിക്കും. പക്ഷേ ഡിപ്പോ തന്നെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഗൈസ്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഒരു ബസ് കിട്ടി ഞാൻ തിരുവല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് പാതി വഴി വെച്ച് നിന്നുപോയി ഗൈസ്. പിന്നെ എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുമ്പോഴാണ് ട്രാക്ടർ വന്നത്. ഈ നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര ട്രാക്ടറിലാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുട്ടനാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സാഹസിക യാത്ര ഞാൻ ആദ്യമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ എന്തായാലും കൊള്ളാമായിരുന്നു വെള്ളത്തിൽ കൂടുള്ള ഈ ഒരു യാത്ര. അതിനുശേഷം നമ്മൾ നേരെ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് ബസ് കയറി. കുളിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്നെ കാണാൻ നല്ല മൊഞ്ചായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ബസ്സും ബോട്ടൊക്കെ ഒരുപോലെയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫുഡും കഴിച്ച് ബുക്കും വാങ്ങി ഞാൻ നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലായിടത്തും നല്ല മഴയുണ്ടാവുമെന്ന് അറിയാം, പക്ഷേ കുട്ടനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം ബൈ ഗൈസ്. നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ ഇന്നൊന്നാകണം അഞ്ചാതെ പിഞ്ച